ഹലോ എല്ലാവർക്കും നമസ്കാരം. കല്യാണ വീടുകളിലെ നെയ്ച്ചോറ് സ്പെഷ്യൽ അല്ലേ നമ്മുടെ നാട്ടിൽ? ആ റെസിപ്പിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നെയ്ച്ചോറിനായിട്ട് ആദ്യം തന്നെ നമുക്ക് അരി ഒന്ന് കഴുകി ഒരു 20 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കാം. ജീരകശാല അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 1/2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഒരു വലിയ പാൻ തന്നെ ഉപയോഗിക്കുക. നമുക്ക് 1/2 കിലോ അരി വേവിച്ചെടുക്കാനുള്ളതാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്ത ശേഷം ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, മുന്തിരി, കശുവണ്ടി ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഒരുപാട് മൂക്കണമെന്ന് ആവശ്യമില്ല, ഒരു 5 മിനിറ്റ് വറുക്കുമ്പോൾ തന്നെ അത് റെഡിയായി കിട്ടും. മാറ്റി വെച്ച ശേഷം അതേ നെയ്യിലേക്ക് നമുക്ക് രമ്പയില, വഴനയില, അതായത് ബേ ലീഫ്, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത്രയും ചേർത്ത് കൊടുക്കാം. രമ്പയില തിരുവനന്തപുരം സൈഡിലാണ് കൂടുതലായിട്ടും ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ രീതി അനുസരിച്ചിട്ട് നിങ്ങളത് ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യാം. അത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അത് പറ്റുമെങ്കിൽ ഒന്ന് ചേർത്ത് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മൂപ്പിക്കുക. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, 2 ടീസ്പൂൺ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ചില കല്യാണ വീടുകളിൽ ഇങ്ങനെ ചേർത്ത് ചെയ്യാറുണ്ട്, അല്ലെങ്കിലും പ്രശ്നമില്ല. ഇനി ഒരു സവാള അരിഞ്ഞത്, നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇത് ഒന്ന് വാടി വരുന്നത് വരെ മൂപ്പിക്കേണ്ടതാണ്. ഇതിലേക്ക് ഞാൻ 3.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് അരി വെന്ത് കിട്ടും. വെള്ളം ചേർത്ത ശേഷം നമുക്കിതൊന്ന് മൂടി വയ്ക്കാം, ഒന്ന് തിളച്ച് വരാനായിട്ട്. നമ്മുടെ അരി 20 മിനിറ്റ് കുതിർത്തത് ഞാൻ വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട്. അരി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ 1.5 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ചെറിയ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിലിരുന്ന് വെന്തപ്പോൾ തന്നെ അരിയിലേക്ക് വെള്ളം പിടിച്ചിട്ടുണ്ട്. എന്നാലും ഒരല്പം ഈർപ്പം ബാക്കിയുണ്ട്. അരി കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടാനുമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ദം രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിനായിട്ട് ഞാനൊരു ഇരുമ്പ് ദോശക്കല്ല് വയ്ക്കുകയാണ് അടുപ്പത്തോട്ട്. ചെറിയ ഫ്ലെയിമിൽ തന്നെയാണ് വയ്ക്കുന്നത്. വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും ക്യാരറ്റും മുന്തിരിയും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം. ഇത് നന്നായിട്ടൊന്ന് ദമ്മായി കിട്ടാനായിട്ട് ഇതിൻ്റെ പുറത്തൊരു വെയിറ്റ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇടികല്ലിൻ്റെ ഈ താഴത്തെ ഭാഗമാണ് വെച്ച് കൊടുക്കുന്നത്. മൂടി പരന്നതാണെങ്കിൽ നിങ്ങൾ പുറത്തൊരു പാത്രത്തിൽ വെള്ളം വെച്ചും വെയിറ്റായിട്ട് വെച്ച് കൊടുക്കാം. 20 മിനിറ്റ് ഇതുപോലെ ദമ്മായി കിട്ടിയ നെയ്ച്ചോറാണിത്. നമ്മുടെ നെയ്ച്ചോറ് പൂർണ്ണമായിട്ടും തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദം ചെയ്തിട്ട് അങ്ങനെ തന്നെ നിങ്ങൾ വെച്ചിരിക്കരുത്, അത് കട്ട പിടിച്ച് പോകും. അപ്പോൾ എടുത്ത ഉടനെ തന്നെ ഇതുപോലെ വശങ്ങളിൽ നിന്നും അരി അങ്ങോട്ടും ഇങ്ങോട്ടും കോരി ഇട്ട് കൊടുക്കുക. അതിലുള്ള സ്റ്റീം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഈ നെയ്ച്ചോറിനൊരു ഫിനിഷിംഗ് ടച്ചായിട്ട് നമ്മൾ വറുത്ത സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഇതിൻ്റെ ടേസ്റ്റ് ഇനിയും നന്നായിട്ട് കൂട്ടും. ഞാനിവിടെ കുട്ടികൾക്ക് അധികം താല്പര്യമില്ലാത്തത് കൊണ്ടാണ് വറുത്ത സവാള ചേർക്കാത്തത്. നെയ്ച്ചോറിന് നല്ലൊരു ലുക്കും ഫീലും കിട്ടണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ബിസ്ത അല്ലെങ്കിൽ വറുത്ത സവാള ചേർത്ത് കൊടുക്കുക. മലയാളികളുടെ വികാരം എന്ന് തന്നെ പറയാവുന്ന ഈ നെയ്ച്ചോറ് ശരിക്കും പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് റെസിപ്പിയും കൂടെയാണ്. നാടിനെ മിസ് ചെയ്യുന്നവർ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. നല്ലൊരു ചിക്കൻ കറിയും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പൂർത്തിയായി. ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് കൊടുക്കാം. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുമല്ലോ. എന്തായാലും ട്രൈ ചെയ്യണം. ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ.